ലെറ്റ്സ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി എന്ന റസൂലുള്ളാഹിന്റെ വർത്താനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പുഞ്ചിരി ധർമ്മമാണ്. എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ ചിരി ധർമ്മാണെന്നല്ല അവിടുന്ന് പറഞ്ഞത്. പുഞ്ചിരിയും ചിരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ചിരിച്ചാൽ ഒരാൾക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ചിരി ചിലപ്പോ കളിയാക്കി ചിരി ഉണ്ടാവും. അത് ധർമ്മാവൂല. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങൾ ആലോചിച്ച് നോക്കി. എന്താണ് അവിടുത്തെ പ്രയോഗം? തബസ്സുമുക ഫി വജ്ഹി അഖീക സ്വദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പുഞ്ചിരിക്കുന്നത് എന്ത് സ്വതക്കയാണ്. സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ളത് എന്തിനെ കുറിച്ചിട്ടാണ്? സ്വതക്കാന്ന്, പണം കൊടുക്കുന്നതിനെ കുറിച്ചാണ് അല്ലെ? അവിടെ കൃത്യമായ മാനദണ്ഡമുണ്ട്. കിട്ടുന്നയാൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് സ്വതക്കയാവുക. അപ്പോൾ പണം തന്നെ കൊടുക്കണമെന്നില്ല. അയാൾക്ക് സന്തോഷമുള്ള എന്തും കൊടുക്കാം. ചിലപ്പോൾ അത് ഫുഡായിരിക്കും, ചിലപ്പോൾ പുഞ്ചിരിയായിരിക്കും, ചിലപ്പോൾ പണമായിരിക്കും. പണം കൊടുത്തതുകൊണ്ട് സ്വതക്ക ആയിക്കോണമെന്നൊന്നുമില്ല. ഒരു ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിന്റെ വാതിൽക്കലിൽ ഒരു പാവപ്പെട്ട സ്ത്രീ വന്നു. ഈ പാവപ്പെട്ട സ്ത്രീ വന്നപ്പോ നമ്മൾ കുറച്ചൊക്കെ വലുതായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫയൽ പേപ്പർ എടുത്തിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ വരും. ഇത് കണ്ടപാടെ നമ്മൾ വായിച്ചു നോക്കി, കണ്ണടക്ക് ഇട്ടിട്ട്. ഈ വരുന്ന സ്ത്രീ ഇവരുടെ ഭർത്താവ് ടെറസിന്റെ മേലേന്ന് വീണ് പരിക്ക് പറ്റിയതാണ്. ചികിത്സാ ചെലവിൽ 10 ലക്ഷം ചെലവായി. ഈയിടെ ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടു. മക്കൾ 3 പേരും മാനസിക രോഗികളാണ്. നിങ്ങൾ കാര്യമായി ഉദാരമായി സംഭാവന ചെയ്യുക. അബൂബക്കർ ഹാജി പ്രസിഡന്റ്, അബ്ദുള്ള ഹാജി ചൻസക്, ചട്ടഞ്ചാൽ മാഹിന്റെ ജമാഅത്ത്. ഇത് വായിച്ചിട്ട് നമ്മളൊരു ഡയലോഗ്, തട്ടിപ്പണോ കുറെ തട്ടിപ്പന്മാരെ ഇറങ്ങിയ കാല, വിശ്വാസമൊന്നും ഇല്ലാത്ത മോനെ ഒരു 100 രൂപ ഉണ്ട്. ഇത് കൊടുക്കുമ്പോ ആ പെണ്ണുങ്ങളുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വീണ്ട്. ഈ ചോദ്യം വേദനിച്ചോണ്ട് ഈ 100-ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വതക്കന്റെ കൂലിയിട്ടൊന്ന്? നിങ്ങൾക്കറിയാലോ, ഈ പെണ്ണുങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പാത്രം ഇങ്ങനെ കഴുകണ്ടപ്പോ ആരോ വന്നപ്പോ കൊടന്ന് വലൈക്കും സ്സലാം, എന്തായാലും എനിക്കിതൊന്ന് ശരിക്കും വായിക്കാനാണ്, സഹായത്തിന് വന്നിരിക്കും അല്ലെ. എന്നിട്ട് ഒരു വീട്ടിൽ ഉള്ളിൽ കയറി ഒരു ഭണ്ഡാരിങ്ങനെ പൊളിച്ചിട്ട് 2 ചുളിഞ്ഞ 10 രൂപ നിവർത്തിയിട്ട് എന്റെ വർക്കത്തോടെ എന്റെ മക്കൾ നന്നു. ഇത് സ്വതക്കന്റെ കൂലി കിട്ടോ? ലെറ്റ്സ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി. ഇതെന്നെ സാധനം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പച്ചയായിട്ട് ജീവിക്കണം. നമുക്ക് കഴിയുമെങ്കിൽ എന്റെ മക്കളെ ക്യാമ്പസിൽ കൊടികെട്ടലൊന്നല്ല വിപ്ലവം. നിങ്ങൾ ക്യാമ്പസിൽ മുസ്ലിമായിട്ട് ജീവിക്കില്ല വിപ്ലവം. കൊടി എല്ലാവർക്കും കെട്ടാൻ കഴിയും. 2 STUവിന്റെ പണിക്കാരെ ഏൽപ്പിച്ചാൽ മതി. 1000 കോടി ഒറ്റടിക്ക് കെട്ടിത്തരും. കൊട്ടേഷൻ കൊടുത്താൽ മതി. നിങ്ങൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് വിപ്ലവം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു തുണ്ട്, ഒരു ചെറിയ കഷ്ണം പാന്റ് മടക്കി വെക്കുക ക്യാമ്പസിൽ കയറുമ്പോൾ. നിങ്ങൾക്ക് കഴിയോ? അന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതാണ് റിവാർഡ്, വിപ്ലവം എന്ന് പറയുന്നത്.